ഗൗതം, നമ്മളെ എപ്പോഴും കറക്റ്റായിട്ടല്ല ഇങ്ങനെ പാടിപ്പോകുന്നത്. ഇത് നമുക്കൊരു ഗെയിം കളിക്കാം. അമ്മ പാടും ഒരു കാര്യം, കുഞ്ഞ് അമ്മ പാടി നിർത്തുന്നിടത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ വേറെ ശ്രുതി വെക്കാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ടഫാണ്. ശ്രുതി ഇല്ല, നമ്മൾ എപ്പോഴും പാടുന്ന ശ്രുതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പാടാം. ഇതൊരു ചലഞ്ചാണ്. ഓക്കെ, ശ്രുതി വെച്ചിട്ടേ പാടാവുള്ളൂ, നമ്മളങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് നോ ഓപ്ഷൻ. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യുവർ ചലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്: ഞാൻ എവിടെയാണോ നിർത്തുന്നത് അവിടുന്ന് തുടങ്ങാം. യു ട്രൈ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ട്രൈ നോക്കാം. റെഡിയാണോ ചലഞ്ച് ഏറ്റെടുക്കുക? അതെനിക്കറിയണം. റെഡിയാണോ അല്ലയോ? അതെ. ഓക്കെ, സോ യു ആർ ബ്രേവ് ഇനഫ് ടു ടേക്ക് ദിസ് ചലഞ്ച്. അതെ. യു തിങ്ക് സോ? ഇത് മോനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണോ അല്ലെങ്കിൽ പറ്റത്തില്ലെന്നാണോ? എങ്ങനെയാണ്? വളരെ ടഫാണോ അതോ ട്രൈ ചെയ്ത് നോക്കാന്നാണോ? എങ്ങനെയാണ് മോൻ്റെ? ട്രൈ ചെയ്ത് നോക്കാം. ശരി. സസരി സസരി സരി സസരി രി ഗ ഗ മ മ മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി രി ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ ഗ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ 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 ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ സ സ നീ സ സ നീ സ നീ സ സ നീ നീ ദ ദ പ പ സ സ നീ സ സ നീ സ നീ സ സ നീ നീ ദ ദ പ പ പ പ പ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ നീ നീ ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ മ മ പ മ മ പ മ പ മ മ ഗ ഗ മ പ പ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ ഗ ഗ ഗ ഗ ഗ ഗ മ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ പ പ മ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി 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 ഗ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ. ആക്ച്വലി ഇറ്റ് ഈസ് വെരി quite tricky, right? ആൻഡ് ഓൾസോ നമ്മൾ രണ്ടുപേരും കറക്റ്റായിട്ട് ചെയ്തില്ല. താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അത് മെയിൻ കാര്യം നമ്മുടെ ശ്രുതി ഇല്ല അല്ലേ? നമ്മുടെ ഈ ശ്രുതി ഇല്ലാത്തത് നമുക്ക് ഭയങ്കര ടഫാക്കി. പിന്നെ നമ്മൾ കംഫർട്ടബിൾ അല്ല. നമ്മൾ യൂഷ്വലി നമ്മളിങ്ങനെ റിവേഴ്സ് പാടി ചെയ്യാറില്ലല്ലോ. സോ നമ്മൾ കംഫർട്ടബിളും അല്ലായിരുന്നു, ശ്രുതി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലേ? കുറച്ചൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഈ ചലഞ്ച്. പക്ഷെ എന്നാലും നമ്മൾ വളരെ ബ്രേവ് ആയിട്ട് അത് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹാപ്പി ആണോ? അതോ ഇനി ഇത് പ്രാക്ടീസ് കൂടുതൽ ചെയ്യണം എന്നുണ്ടോ? ഈ രീതിയിലെ ജണ്ടവർഷകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടോ? കുറച്ച് പ്രാക്ടീസ് ചെയ്ത് ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ളതോ? അത് അടുത്ത വ്ളോഗിൽ കാണാം. വ്ളോഗല്ല, അങ്ങനെ ചെയ്യണം എന്നുണ്ടോ? ഇന്നും ഡെയിലി പ്രാക്ടീസിന്റെ കൂട്ടത്തിൽ ഇതും ചെയ്യണം എന്നുണ്ടോന്ന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. നമുക്ക് പല രീതിയിലുള്ള ഫോംസ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കുറച്ചൊരു ഫ്ലോപ്പായി പോയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം അല്ലേ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ദ പ്രാക്ടീസ് അല്ലേ? മിസ്റ്റേക്സ് ഇല്ലാണ്ട് ആർക്കെങ്കിലും ആദ്യം പാടുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും വരുമോ? മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ദ ജേർണി. നമ്മൾ
ഓടിയാലേ വീഴത്തുള്ളൂ അല്ലേ? അതെ. നമ്മൾ ഓടിയില്ലെങ്കിൽ വീഴുവോ? ഇല്ല, ഓടി പ്രാക്ടീസ് ചെയ്താലേ വീഴാതിരിക്കത്തുള്ളൂ. സോ മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ? അതെ. പിന്നെ സ്കേറ്റിംഗിലും അതുപോലെയാണ്. അപ്പോൾ ആരും എന്താണ് മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇല്ല, നമ്മളിവിടെ ട്രൈ ചെയ്തു അല്ലേ? അതെ. സോ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവരും കീപ് പ്രാക്ടീസിങ് അല്ലേ? അതല്ല നമുക്ക് പറയാനുള്ളത്. കീപ് പ്രാക്ടീസിങ്. ബൈ.